Hi friends, ആസിഫാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലിയർ ഓഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യാം. ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും, പക്ഷേ ഓഡിയോ കേട്ടാൽ തന്നെ പകുതിയിൽ നിന്ന് ഇട്ടിട്ട് പോകും, അത്രക്കും ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ ക്ലിയർ ഓഡിയോ നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നുള്ളത് DSLR-ലാണ്, ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നുള്ളത് സ്മാർട്ട് ഫോണിലും. ഓക്കെ, അപ്പോൾ നല്ല ക്ലിയറിൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് നല്ല ക്ലാരിറ്റി വീഡിയോസും അതേപോലെ തന്നെ ഓഡിയോസും നല്ല ക്ലിയർ ഓഡിയോസോട് കൂടിയുള്ള വീഡിയോസ് എടുക്കാനുള്ള ട്രിക്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മൈക്സ് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ മൈക്കൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷേ സ്മാർട്ട് ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നുള്ളത്. സ്മാർട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത ക്ലിയർ ഓഡിയോ ആണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് DSLR ക്യാമറയിൽ ഇൻബിൽഡ് മൈക്കിൽ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് DSLR മൈക്കിലെ ഇൻബിൽഡ് ഓഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നേരത്തെ നമ്മൾ കേട്ട വോയിസിനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ വീണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നല്ല ക്ലിയർ ഓഡിയോയോട് കൂടി വീഡിയോസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് എങ്ങനെ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാ ക്രിയേറ്റേഴ്സിനും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ തുടങ്ങാം. Dolby On എന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ആപ്ലിക്കേഷനിൽ നല്ല ക്ലിയർ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇവിടെ ആദ്യമുള്ള ഓപ്ഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കളഞ്ഞുകൊണ്ട് നല്ല ക്ലിയർ ഓഡിയോയോട് കൂടി വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാമറ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ ചേഞ്ച് ചെയ്തിട്ട് ബാക്ക് ക്യാമറയിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ വീഡിയോയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സ്മാർട്ട് ഫോണിൽ വീഡിയോ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്, യൂസ്ഫുൾ ആവുന്ന ഫീച്ചറാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് Dolby On ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വീഡിയോയും അതേപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇൻബിൽഡ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ളത് എൻ്റെ OnePlus സ്മാർട്ട് ഫോണിൻ്റെ ഇൻബിൽഡ് ക്യാമറയിലാണ്. ഫാൻ ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഫാനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾക്ക് അത്യാവശ്യം കേൾക്കുന്നുണ്ടാവും. ഓക്കെ, OnePlus അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്, എന്നാലും നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടാവും. ഇനി നമുക്ക് Dolby On ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളത് Dolby On ക്യാമറയിലാണ്. നേരത്തെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇൻബിൽഡ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ ഫാനൊക്കെ ഓണാണ്. വീഡിയോ ക്ലാരിറ്റി ഏകദേശം സെയിം ആണ്. ഓഡിയോ ക്ലാരിറ്റിയിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഇതിൽ കുറവായിരിക്കും Dolby On ഷൂട്ട് ചെയ്ത വീഡിയോയിൽ, നേരത്തെ നമ്മൾ ഇൻബിൽഡ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ സ്മാർട്ട് ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലിയർ ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ല നിങ്ങൾ DSLR-ലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ക്യാമറയിൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് സ്മാർട്ട് ഫോണിൽ Dolby On ആപ്ലിക്കേഷനിൽ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാതെ സ്മാർട്ട് ഫോണിൽ നമുക്ക് ഓഡിയോയുടെ ഫീച്ചർ ഉപയോഗിക്കാം. രണ്ട് സ്മാർട്ട് ഫോണിലുള്ളവർ ഒരു സ്മാർട്ട് ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടും രണ്ടാമത്തെ സ്മാർട്ട് ഫോണിൽ Dolby On ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിയോ അതിലേക്ക് സിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മൂന്നാമത്തെ ഫീച്ചറാണ് ലൈവ് സ്ട്രീം ബ്രോഡ്കാസ്റ്റ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഈ ഒരു ഫീച്ചറും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ റെക്കോർഡ് ചെയ്ത ഓഡിയോസും വീഡിയോസും എഡിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ഈ ഒരു ഓഡിയോ സെലക്ട് ചെയ്യാണ്, വീഡിയോ ആണെങ്കിൽ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടൂൾസ് ഓപ്ഷനിലോട്ട് പോവാം. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ഓപ്ഷനാണ് സ്റ്റൈല്. അതിൽ പോയി കഴിഞ്ഞാൽ ഓഡിയോയുടെ പിച്ച് സ്റ്റൈല് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടുന്ന് ന്യൂട്രൽ, സ്റ്റാൻഡേർഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓഡിയോ പ്ലേ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നോയ്സ് റിഡക്ഷൻ ലെവൽ 5-ലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഓഡിയോ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര വേണം ആ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ടോൺ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുന്നും ട്രബിൾ, മിഡ്സ്, ബാസ് അതൊക്കെ ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മാനുവലി നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ഓഡിയോ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ഗാംഭീര്യമുള്ള ശബ്ദമാക്കിയിട്ട് മാറ്റാം. ഇപ്പോൾ ലെവൽ 0 ആണുള്ളത്, 2 ആണോ 3 ആണോ, ഓഡിയോ കൂടി പ്ലേ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സേവ് ചെയ്യാം. അതേപോലെ തന്നെ ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ എന്തെങ്കിലും എക്സ്ട്രാ ഭാഗം ഉണ്ടെങ്കിൽ ട്രിം ചെയ്യാം ഓഡിയോ. എൻഡിങ് പൊസിഷനിലും നമുക്ക് ഇതേപോലെ ട്രിം ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ശേഷം എഡിറ്റ് ചെയ്ത ഭാഗം നിങ്ങൾ സേവ് ചെയ്യാൻ മറക്കില്ല. ജസ്റ്റ് ഇവിടെ ഡൺ എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോസും വീഡിയോസും സേവ് ചെയ്യാനായിട്ട് ഇവിടെ ഷെയർ ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സേവ് ഓഡിയോ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ സേവ് ചെയ്യാം. പിന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്യണം. എന്നാലേ നമുക്ക് ഗാലറിയിൽ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ കാണിക്കത്തുള്ളൂ. ആപ്പിൻ്റെ ഹോം പേജിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോസും വീഡിയോസൊക്കെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും പിന്നെ സേവ് ചെയ്യാനൊക്കെ പറ്റും. സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഓരോ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി. അപ്പോഴേക്കും ടാറ്റ ബൈ ബൈ.